നല്ല കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മളൊരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ, ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയാണ് അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 4 സബോള അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയിട്ട് അത് മൂടി വെച്ച് നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 2 പച്ചമുളക് കീറിയതും പിന്നെ ഒരു കൈപ്പിടി ചെറുള്ളിയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയെടുക്കണേ, അതാണ് അതിൻ്റെ ഒരു പാകം. ഈ നന്നായി വഴറ്റി വെച്ചിട്ടുള്ള ഈ മസാലയിലേക്ക് നമ്മൾ പൊടികളായിട്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും പൊടികളാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളിയാണ് ചേർക്കുന്നത്. ഒരു തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. മൂടി വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. ഞാൻ കുറച്ച് മാത്രമേ ഉപ്പ് ചേർക്കണുള്ളൂ. പിന്നെ നിങ്ങൾക്ക് പിന്നീട് ഉപ്പ് ആവശ്യം നോക്കിയിട്ട് ചേർക്കാം. എന്നിട്ട് നന്നായി വഴറ്റി വെച്ചിട്ടുള്ള ആ മസാലയിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തളും ചേർത്ത് നന്നായി വഴറ്റി മൂടി വെച്ച് വേവിക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു വെള്ളം ഇറങ്ങും. ഈ വെള്ളത്തിലിരുന്നിട്ടാണ് ആ കൂന്തൽ കുക്കാവുന്നത്. അപ്പോൾ ഇതിന്നിപ്പോൾ ഇറങ്ങിയിട്ടില്ലേ, അപ്പോൾ ആ വെള്ളം അങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ആ വെള്ളം വറ്റിച്ചെടുക്കുകയാണ്. കുറച്ച് മല്ലിയിലയും പിന്നെ എല്ലാം ബാലൻസ് ചെയ്യാൻ കുറച്ച് പുളിയും കൂടി ചേർത്ത്, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ, ഓവർ റോസ്റ്റ് ചെയ്യണ്ട. എന്നിട്ട് നമ്മളത് നല്ല നെയ്ച്ചോറിൻ്റെ കൂടെ നമുക്കത് കഴിക്കാം. നല്ല കോമ്പിനേഷനാണ്. നെയ്ച്ചോറിൻ്റെ കൂടെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല കോമ്പിനേഷനാണ്, നല്ല നെയ്ച്ചോറും കൂന്തൽ റോസ്റ്റും.